പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മള് മീക്നെസ് എന്നുള്ള സബ്ജക്ട് സൗമ്യതയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഗലാത്യ ലേഖനം 5 22 പറയുന്ന ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റില് ഒരു ഫലമാണ് ഏത് സൗമ്യത എന്ന് പറയുന്നത്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, വിശ്വാസം, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വഴിക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങളെ ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. സൗമ്യതയുള്ള ഒരു വ്യക്തി തന്റെ ഉള്ളിൽ തന്നെ മാറ്റത്തിന്റെ ആവശ്യകത കാണുകയും ദൈവത്തിന്റെ കരുണയും തന്റെ പാപകരമായ വികാരങ്ങൾ ഒരേ സമയം അറിയുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കരുണയെ ഓർക്കുന്ന അതേസമയം തന്റെ പാപ സ്വഭാവത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നു, അറിയുകയും ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് മീക്നെസ്? നാം ചിന്തിച്ചു. സ്ട്രെങ്ത് അണ്ടർ കൺട്രോൾ. ശക്തിയുണ്ട് എങ്കിലും അതെന്താണ്? അണ്ടർ കൺട്രോളിലാണ്. അതാണ് മീക്നെസ് അല്ലെങ്കിൽ ജെന്റിൽനെസ് എന്നൊക്കെ പറയുന്ന വാക്കുകളാൽ അർത്ഥമാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മോശയെ കുറിച്ച് ചിന്തിച്ചു. ഭൂമിയിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യനായിരുന്നു മോശ. സംഖ്യാപുസ്തകം 12:3 കാര്യം പറയുന്നുണ്ട്. മോശയ്ക്ക് എതിരായിട്ട് പല പരാതികള് സ്വന്തം സഹോദരി ഉൾപ്പെടെ അനേക പരാതികളൊക്കെ എന്ത് ചെയ്തു ഉന്നയിച്ചെങ്കിലും തന്നെ കുറെ കൂടെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം മോശ ദൈവത്തെ എന്ത് ചെയ്ത് അനുവദിക്കുകയാണ്, അല്ലെങ്കിൽ തന്നെ കുറെ കൂടെ ആഴത്തിൽ ഒന്ന് അളക്കുവാൻ, തനിക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെയും ആ കമ്മിറ്റ്മെന്റിനെയും ഒക്കെ ഒന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്തു ദൈവം മോശയോട് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. സൗമ്യത ശക്തിയുടെ ഫലമാണ് എന്ന് നാം മനസ്സിലാക്കി. മീക്നെസ് ഇസ് സ്ട്രെങ്ത് അണ്ടർ കൺട്രോൾ. ഇപ്പൊ സൗമ്യതയ്ക്ക് ശക്തിയുണ്ട്. ഇനി രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ കൂടെ ഈ സൗമ്യത അതിന്റെ ശക്തിയെ എന്ത് ചെയ്യുന്നു, അതിന്റെ ശക്തി നേടുന്നത് രണ്ട് അടിസ്ഥാന വസ്തുതകൾ മനസ്സിലാക്കുന്നതിനാണ്. ഒന്ന്, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ഏറ്റവും സന്തോഷകരമായ കാര്യം അല്ലെ. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നാം ദൈവത്തെ സ്നേഹിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളെ നാം മനസ്സിലാക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, സൗമ്യത അതിന്റെ ശക്തി പ്രാപിപ്പാനായിട്ട് ഇടയായിത്തീരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ആത്മവിശ്വാസമാണ് സൗമ്യത വളർത്തിയെടുക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതായിട്ടുള്ള ആ സത്യം എത്ര അപകടകരമായ അല്ലെങ്കിൽ എത്ര പ്രതികൂലം നിറഞ്ഞതായിട്ടുള്ള സാഹചര്യം ഉണ്ടായാലും നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം എന്ത് ചെയ്യരുത്, ഒട്ടും കുറഞ്ഞു പോകരുത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, അത് സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്ക് ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ട്. സന്തോഷകാലത്തും മാത്രമല്ല, സന്താപകാലത്തും ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. റോമാലേഖനം 8-ാം 35 തുടങ്ങിയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കും നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ എന്ത് ചെയ്യാൻ കഴിയില്ല, വേർപിരിക്കുവാനായിട്ട് കഴിയയില്ല. പ്രൈസ് ദി ലോർഡ്. അത് അപ്രകാരം തന്നെ ആയിരിക്കണം. ഇപ്പൊ ദൈവത്തിന് നമ്മോട് സ്നേഹമുണ്ട്, നമുക്കും ദൈവത്തോട് എന്ത് ചെയ്യണം, സ്നേഹം ഉണ്ടായിരിക്കണം. ആ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുവാനായിട്ട് ഒരു ശക്തിക്കും എന്ത് ചെയ്യരുത്, കഴിയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് സൗമ്യത അതിന്റെ ശക്തി. ഈ രണ്ട് കാര്യങ്ങൾ നാം ആഴത്തിൽ മനസ്സിലാക്കുക. ഒന്ന്, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവം എന്നെ കൈവിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആ ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്റെ ദൈവം ജീവിക്കുന്നു. എന്നെ തേടി കടന്നു വന്നവനായ എന്റെ സ്നേഹം. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ എന്നെ കണ്ട ദൈവം, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ എന്നെ കണ്ട ദൈവം, ആ ദൈവം എന്നെ കൈവിടുകയില്ല. ദൈവം സ്നേഹമാണ് എന്നുള്ള ആ ചിന്ത നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ അങ്ങ് പതിയണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ നാം തിരിച്ചും ദൈവത്തെ സ്നേഹിപ്പാനായിട്ട് ഇടയായിത്തീരണം. റോമർ 8:28 നാം എന്താ വായിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിക്കുന്നു.
ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട് നാം ദൈവത്തോട് പരാതി പറയുന്നവരായിട്ടല്ല, ആ സാഹചര്യങ്ങളെ ഒക്കെയും എന്ത് ചെയ്യുന്നു? ദൈവം നന്മയ്ക്കാക്കി തീർക്കുന്നു. വേദപുസ്തകത്തിൽ ഉടനീളം നാം പരിശോധിച്ചു കഴിഞ്ഞാല്, നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിച്ചു കഴിഞ്ഞാല്, തിന്മയായി തീർന്നു എന്ന് അല്ലെങ്കിൽ തിന്മയാണ് എന്ന് നാം കരുതിയായിട്ടുള്ള ആ സാഹചര്യങ്ങളെ ഒക്കെയും ദൈവം എന്ത് ചെയ്തു? നന്മയ്ക്കാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇപ്പോഴും തന്റെ പണിപ്പുരയിലാണ്. പ്രൈസ് ദി ലോർഡ്. നാം അത് കാണുന്നില്ല. ദൈവം എന്താണ് പണിയുന്നതെന്നോ ഏത് സമയത്താണ് ദൈവം പ്രവർത്തന നിരതനായിരിക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. നാം ഒന്നും അറിയാതിരിക്കുമ്പോഴും ദൈവം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസമൊക്കെ എന്നെ ചിന്തിപ്പിച്ചതായിട്ടുള്ള ഒരു കാര്യമാണ്, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം ചെങ്കടലിനെ വിഭാഗിച്ചു. ചെങ്കടലിനെ എന്ത് ചെയ്തു? ഇരുവശത്തും 2 വാൾ പോലെ ദൈവം എന്ത് ചെയ്തു? നിർത്തി അതിലൂടെ തന്റെ ജനത്തെ കടത്തിവിട്ടു എന്ന് നാം വായിക്കുന്നു. പക്ഷെ നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ രാത്രി മുഴുവനും എന്ത് ചെയ്തു? ശക്തിയുള്ള കിഴക്കൻ കാറ്റ് അടുപ്പിച്ച് എന്ത് ചെയ്തു? ആ വെള്ളത്തെ എന്ത് ചെയ്തു? ചിറ പോലെ നിൽക്കുമാറാക്കി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം വെറുതെ ഇരിക്കുകയാണ് ഞാൻ ചിന്തിക്കട്ടെ. ഒരു രാത്രി മുഴുവൻ എന്ത് ചെയ്യാണ്? തന്റെ വാക്കുകൊണ്ട് ആ വെള്ളം മാറിപ്പോകും. പക്ഷെ ഒരു രാത്രി മുഴുവനും ശക്തിയുള്ള കിഴക്കൻ കാറ്റ് കൊണ്ട് എന്ത് ചെയ്യാണ്? ആ വെള്ളത്തെ ദൈവം ഇരുഭാഗത്തേക്ക് മാറ്റി ചിറ പോലെ നിൽക്കുമാറാക്കിയ ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു. അത് ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഒന്ന് വർദ്ധിക്കട്ടെ പ്രിയ സഹോദരിമാരെ. കഷ്ടതയായാലും പ്രയാസമായാലും പ്രിയപ്പെട്ടവരുടെ വേർപാടായാലും എന്ത് തന്നെ ആയാലും എന്തെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ അതിനോട് ആഡ് ചെയ്യാൻ സാധിക്കുമോ? 1+1+1 എത്ര നിങ്ങൾ ആഡ് ചെയ്താലും അതിനൊക്കെ മേലെ അല്ലെ, നമ്മൾ സാധാരണ പറയുന്ന പോലെ അതുക്കും മേലെ. പ്രൈസ് ദി ലോർഡ്. അതിനൊക്കെ ഉപരിയായിട്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാം എന്ത് ചെയ്യുന്നു? നന്മയ്ക്കാക്കി തീർക്കുന്നു. ഒന്നും ദോഷത്തിനായിട്ട് ദൈവം ചെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുമ്പോൾ തന്നെ നാം സൗമ്യത ഉള്ളവരായിട്ട് മാറുവാനായിട്ട് ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. നാം എന്തിനാണ് ആരോടാണ് വഴക്കുണ്ടാക്കുന്നത്? നാം ആരോടാണ് കോപിക്കുന്നത്? ദൈവം എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പർവ്വതങ്ങൾ കുലുങ്ങിയാലും സമുദ്രത്തിലെ ആഴത്തിൽ അതെല്ലാം പോയെന്ന് പറഞ്ഞാലും, ഭൂമി കുലുങ്ങിപ്പോയെന്ന് പറഞ്ഞാലും, പർവ്വതങ്ങൾ കുലുങ്ങിയ സമുദ്രമധ്യേ വീണാലും, അതിന്റെ കോപം കൊണ്ട് വെള്ളം ഇരച്ചു കലങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം സംഭവിച്ചോട്ടെ, ദൈവം എന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ സൗമ്യത, ജെന്റിൽനെസ് അല്ലെങ്കിൽ മീക്നെസ്, അതെന്താണ്? നിയന്ത്രണത്തിലുള്ള ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ നിയന്ത്രണത്തിലാണ് ആ ശക്തി ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന്റെ സഹായവും നമുക്ക് എന്ത് ചെയ്യണം? ഞാൻ ജനിക്കുമ്പോഴും ആരും സൗമ്യതയോട് കൂടിയല്ല ജനിക്കുന്നത് അല്ലെ, സൗമ്യതയുള്ളവരായിട്ട്. ചിലപ്പോൾ വൈകാരിക പിതാക്കന്മാരുടെ സ്വഭാവമൊക്കെ കുറെയൊക്കെ എന്ത് ചെയ്യും? മക്കളിൽ ഉണ്ടാകും. അങ്ങനെ ആ സൗമ്യത കിട്ടുമെന്ന് പറയാം. പക്ഷെ എന്താ ചെയ്യുന്നത്? സൗമ്യത നാം തന്നെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അത് സാഹചര്യങ്ങൾ കൂടെ നമ്മളെ ദൈവം കടത്തിവിട്ട് നമ്മളെ ട്രെയിൻ ചെയ്ത് നമ്മളെ എന്ത് ചെയ്യുക? സൗമ്യതയുള്ളവരാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മോശയുടെ സൗമ്യതയെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയുന്നു, എന്റെ ദാസനായ മോശയെ പോലെ സൗമ്യൻ ആരുമില്ല. പക്ഷേ മോശയുടെ ആദ്യത്തെ ചരിത്രം ഒന്ന് നോക്കി നോക്കിയേ. ഒരുത്തിനെ അടിച്ചു കൊന്ന് ആരും കാണാതെ മണലിൽ മറവ് ചെയ്ത വ്യക്തിയാണ് മോശ. ആ മോശയെ കുറിച്ചാണ് ദൈവം പറയുന്നത് സൗമ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ പാസ്റ്റ് ഹിസ്റ്ററി അല്ല ദൈവം നോക്കുന്നത്, എന്നെ ആ പ്രോസസ്സിൽ കൂടെ ഒക്കെ കടത്തിവിട്ട് ഹല്ലേലൂയ ദൈവത്തിന് കൊള്ളാതരാക്കി ആ സൗമ്യതയുടെ അനുഭവം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം സാഹചര്യങ്ങളെ അനുവദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ സൗമ്യതയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയ സമ്പത്തും അധികാരവും ഒക്കെയുള്ള ഒരു വ്യക്തിയോട് അതിനെ ഉപമിക്കാൻ പറ്റും. സമ്പത്തുണ്ട്, അധികാരമുണ്ട്, ശക്തിയുണ്ട്, ഇതൊക്കെ ഉള്ള ഒരു വ്യക്തിയോട്. പക്ഷെ അതേസമയം ആ വ്യക്തി തന്നെ അനുകമ്പയോട് മര്യാദയോടൊക്കെ ഇടപെടുന്ന ഒരു അനുഭവം, അതാണ് സൗമ്യത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വലിയ മസിൽ പവർ ഒക്കെ ഉള്ള അല്ലെങ്കിൽ ബോഡി ബിൽഡർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാണ് തന്റെ കരങ്ങളിൽ എടുക്കുന്നത്? ഇത്രയും ശക്തിമാനായ, ഇത്രയും മസിൽ പവർ ഉള്ള ആ വ്യക്തി ആ മസിൽ പവർ എല്ലാം കാണിച്ചടങ്ങിയ തന്റെ ഉള്ള ശക്തി എല്ലാം എടുത്തിട്ടല്ല ആ കൊച്ചു കുഞ്ഞിനെ കരങ്ങളിൽ എടുക്കുന്നത്. അവിടെ വരുമ്പോൾ എന്ത് ചെയ്യുക? കുഞ്ഞിനെ ഒട്ടും വേദനിക്കാത്ത രീതിയിൽ തന്റെ ബലിഷ്ഠമായ കരങ്ങളിൽ എന്ത് ചെയ്യണം? ആ കുഞ്ഞിനെ പതുക്കെ എന്ത് ചെയ്യുന്നു? എടുക്കുന്ന ആ അനുഭവമായിട്ട് നമുക്ക് സൗമ്യത എന്ത് ചെയ്യാൻ ചിത്രീകരിക്കാനായിട്ട് പറ്റും. സ്ട്രെങ്ത് അണ്ടർ കൺട്രോൾ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ബലവും ശക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എന്താണ്? കൺട്രോൾഡ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അധികാരം ഉണ്ടാകും, ശക്തി ഉണ്ടാകും, എല്ലാം ഉണ്ടാകും.
പക്ഷെ അതെല്ലാം എന്താണ്? നിയന്ത്രണാധീനമായിട്ടുള്ള, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട അനുഭവം. അതാണ് സൗമ്യത എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സൗമ്യതയ്ക്ക് മറ്റൊരു ഉദാഹരണം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ യോസേഫിനെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അടിമത്തത്തിലേക്ക് വിട്ട, അല്ലെങ്കിൽ തന്നെ അടിമ കച്ചവടക്കാർക്ക് വിട്ട ആ പൊത്തിഫേറിന്റെ അല്ലെങ്കിൽ ഭവനത്തിലേക്കൊക്കെ പോകുവാനായിട്ട് ഇടയായിത്തീർന്ന് ദുഷ്ടരായ സഹോദരങ്ങളോട് തനിക്ക് എന്തും ചെയ്യുവാനായിട്ടുള്ള അധികാരം ആർക്കുണ്ടായിരുന്നു? യോസേഫിനുണ്ടായിരുന്നു. തന്റെ മനസ്സിൽ അവരെ കണ്ടപ്പോൾ, അവർക്ക് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിലും യോസേഫിനെ അവരെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് വിറ്റ് കളഞ്ഞായിട്ടില്ല. കേവലം 17 വയസ്സ് മാത്രമുള്ള യോസേഫ് ഫറവോന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവന് എത്ര വയസ്സായിരുന്നു? 30 വയസ്സായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു 13 ഇയേഴ്സ് കൊണ്ട് അത്രയും ആ സാഹചര്യത്തില് താൻ കടന്നുപോയ അനുഭവം. പ്രൈസ് ദി ലോർഡ്. തനിക്ക് എന്തും ചെയ്യാൻ കാരണം ഇസ്രായേലിൽ രണ്ടാമതാണ്. ഒരു വാക്ക് പറഞ്ഞാൽ മതി, അന്നേരം തന്റെ സഹോദരങ്ങളെ പിടിച്ച് ജയിലിലിടാനായിട്ടുള്ള അധികാരം യോസേഫിനുണ്ട്. പക്ഷെ തന്റെ അധികാരവും ശക്തിയും എല്ലാം എന്ത് ചെയ്തു? വിവേകത്തോടെ ഉപയോഗിക്കുവാനായിട്ട് യോസേഫിന് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒന്ന് ഓർക്കുക, പൊട്ടക്കുഴിയിൽ നിന്നും അല്ലെങ്കിൽ പൊത്തിഫേറിന്റെ ആ അനുഭവത്തിൽ നേരെ കൊട്ടാരത്തിലേക്കല്ല ദൈവം കൊണ്ടുപോയത്. പക്ഷെ യോസേഫിനെ എന്ത് ചെയ്തു? കാരാഗ്രഹത്തിലാക്കപ്പെട്ടപ്പോൾ അവിടെയുള്ള കുറച്ച് ആളുകൾക്ക് ലീഡർഷിപ്പ് വഹിക്കാനായിട്ട് ദൈവം എന്ത് ചെയ്തു? ഒരു അവസരം കൊടുത്തു. ദൈവം ഒരു പ്രാക്ടീസ് കൊടുക്കുകയാണ് യോസേഫിന്. പ്രൈസ് ദി ലോർഡ്. കാരണം ഇസ്രായേലിന്റെ രണ്ടാമതായി തീരേണ്ട വ്യക്തിയാണ്. വലിയ ജനവിഭാഗത്തെ താൻ എന്ത് ചെയ്യണം? നയിക്കേണ്ട ആളാണ്. ആ യോസേഫിനെ ദൈവം എന്ത് ചെയ്തു? ഒരു ചെറിയ ട്രെയിനിങ് പീരീഡ് ഒരു ജയിലിലെ എന്ത് ചെയ്തു? അധികാരിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ ഒരു ലീഡർഷിപ്പ്, ആ ഒരു ട്രെയിനിങ് കൂടെ ദൈവം എന്ത് ചെയ്യാണ്? കടത്തിവിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ഓർക്കുക ദൈവമക്കളെ, നമുക്ക് ദൈവം ഒരു പ്രോമിസ് തന്നിട്ടുണ്ട്, ഒരു സ്വപ്നം തന്നിട്ടുണ്ട്. അതിന്റെ ഫുൾഫിൽമെന്റിലേക്ക് നാം എത്തിച്ചേരുന്ന ആ ഒരു ടൈം ഗ്യാപ്പിനിടയ്ക്ക് ദൈവം നമ്മളെ പണിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം ദൈവം നിറവേറ്റും. ദൈവം വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. അവന്റെ വാക്കുകളൊക്കെ ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നാണ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്നാണ്. എന്നാൽ ദൈവം നമുക്ക് തന്ന പ്രോമിസിനും അതിന്റെ ഫുൾഫിൽമെന്റിനും ഇടയ്ക്കുള്ള ആ ഒരു സർട്ടൺ പീരിയഡ്, അതൊരു വെയിറ്റിംഗ് പീരിയഡ് ആണ്. അവിടെയാണ് ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നത്? സൗമ്യത പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ പലർക്കും എന്തല്ല, ആ ഒരു പീരിയഡിൽ കൂടെ കടന്നു പോകാനായിട്ട് ഇഷ്ടമല്ല. ഇപ്പൊ നാം എല്ലാം ഇൻസ്റ്റന്റ് യുഗത്തിലാണ് ജീവിക്കുന്നത്. എല്ലാം ഇൻസ്റ്റന്റ് ആണ്, എല്ലാം റെഡി ടു കുക്ക് ആണ്. നമുക്കറിയാം, കിച്ചണിലേക്ക് നമ്മൾ നിൽക്കുമ്പോൾ ഇന്ന് കാണുന്ന സാധനങ്ങളൊക്കെ എല്ലാം റെഡി ടു കുക്ക് ആണ്. കെറ്റിൽ കൊണ്ടുവന്നാൽ മതി, അത് ഇട്ടാൽ മതി, തിളച്ചു കഴിഞ്ഞാൽ മതി, എല്ലാം റെഡിയാണ്. പക്ഷെ അങ്ങനെയല്ല ദൈവം നമ്മളെ സൗമ്യത പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നിടങ്ങി ഞാൻ ഇവിടെ നിന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക, ദൈവമേ എന്നെ സൗമ്യതയുള്ളവർക്കാണ്. നാളെ സൗമ്യതയുള്ളവരായി തീരത്തില്ല. ഇറ്റ്സ് എ ലോങ് പ്രോസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൊട്ടക്കിണറ്റിലേക്ക് വിട്ടതായിട്ടുള്ള ആ യോസേഫിനെ അവിടെ നിന്നും എന്ത് ചെയ്തു? മിദ്യാനിയ കച്ചവടക്കാർക്ക് വിറ്റു. അവിടെ നിന്ന് പൊത്തിഫേറിന്റെ ഭവനത്തിൽ വന്നു. അവിടെയൊക്കെ ആ ഒരു സാഹചര്യത്തിൽ കൂടെയൊക്കെ ഒരു ചെറിയ എന്ത് ചെയ്യാണ്? ഒരു ഭരണാധികാരിയായിട്ട് അവിടെ നിൽക്കുകയാണ്. ഒരു അധികാരമുള്ളവനായിട്ട് അവിടെ ആ ജയിലിൽ താനായിരിക്കുകയാണ്. അവിടെ നിന്നാണ് എന്ത് ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. മിസ്രൈമിലെ രണ്ടാമനാക്കി ദൈവം മാറ്റിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ സൗമ്യതയെ താൻ എന്ത് ചെയ്യാണ്? അവിടെ പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിന്റെ 5 തുടങ്ങി 8 വരെയുള്ള വാക്യങ്ങൾ യോസേഫ് പറയുകയാണ്. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പ് അയച്ചതാകുന്നു. പ്രൈസ് ദി ലോർഡ്. യോസേഫിന്റെ ആ കാഴ്ചപ്പാട് നിങ്ങളൊക്കെ എത്രമാത്രം ദ്രോഹങ്ങള് ആ സഹോദരങ്ങളെ തനിക്കെതിരെ ചെയ്തെന്ന് പറഞ്ഞാലും ആ സഹോദരങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് യോസേഫിനെ ദൈവം മുൻകൂർ എങ്ങോട്ട് അയച്ചത്? മിസ്രൈമിലേക്ക് അയച്ചത്. പ്രൈസ് ദി ലോർഡ്. യോസേഫിനെ പ്രതികാരം ചെയ്യാനായിട്ടുള്ള അവസരം ലഭിച്ചപ്പോൾ അവൻ ദൈവം അനുഗ്രഹവും നൽകി തന്നിലുള്ളവരെ രക്ഷിച്ചു. യോസേഫ് ഒരു സൗമ്യനായ മനുഷ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇനി എപ്പോഴാണ് നമ്മുടെ സൗമ്യത തിരിച്ചറിയുന്നത്? നമ്മുടെ പ്രതികരണത്തിൽ കൂടിയാണ് നമ്മുടെ സൗമ്യത എന്ത് ചെയ്യുന്നത്? തിരിച്ചറിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതൊരു സ്വാഭാവിക സ്വഭാവമല്ല, അത് പരിശുദ്ധാത്മാവിന്റെ എന്താണ്? ഒരു ഫലമാണ്, ആത്മാവിന്റെ ഫലമാണ്. ഞാൻ പറഞ്ഞല്ലോ, ബൈ ഹെർട്ട് ചിലപ്പോൾ നമ്മൾ വളരെ ശാന്ത സ്വഭാവം ഉള്ളവര് അങ്ങനെ ഒരു സ്വഭാവം പ്രകൃതി ലഭിച്ചെന്നിരിക്കാം. പക്ഷെ ആ സൗമ്യത എന്ന് പറയുന്നത്
ആത്മാവിന്റെ ഫലമാണ്. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സ്വാധീനത്തിന്റെ ഫലമായിട്ടാണ് ഈ സൗമ്യത എന്ത് ചെയ്യുന്നത്, ഉടലെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്ന്. പ്രൈസ് ദി ലോർഡ്. സൗമ്യത വരുമ്പോൾ അവിടെ എന്റെ ഇഷ്ടമല്ല, എന്റെ സ്വയം താല്പര്യമല്ല, എന്റെ ഈഗോയല്ല, എന്റെ സെൽഫ് അല്ല അവിടെ ഞാൻ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഞാൻ എന്ത് ചെയ്യാണ്, മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, എന്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കുന്നതായിട്ടുള്ളൊരു അനുഭവം സൗമ്യതയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ കഴിവ് എന്താണ്, അത് എന്റെ സ്വന്തം അല്ലെങ്കിൽ എന്റെ സ്വയത്തിന് വേണ്ടി മാത്രമായിട്ടുള്ളതല്ല, മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൂടിയാണ് സൗമ്യതയെ ദൈവം എന്ത് ചെയ്യുന്നത്, പ്രയോജനപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ സൗമ്യതയെ പറയുവാനായിട്ട് എന്റെ ഗ്രീക്ക് പദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് യജമാനൻ പരിശീലിപ്പിച്ച് വളർത്തിയ ഒരു മൃഗത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഉപമിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ ഒരു കാട്ടുകുതിര, ടൈം ചെയ്യപ്പെടാത്ത, നമുക്കറിയാം കുതിരയൊക്കെ യുദ്ധത്തിന് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതിനെ മെരുക്കിയെടുത്തിട്ടാണ്, അല്ലെ, അതിനെ ടൈം ചെയ്തിട്ടാണ്. അപ്പോൾ ഈ കാട്ടുകുതിരയെ എന്ത് ചെയ്യണം, അതിൻ്റെതായിട്ടുള്ള ഒരു വന്യമായ സ്വഭാവം ഈ കുതിരയ്ക്കുണ്ട്, അല്ലെ. ഒരു കാട്ടുകുതിരയാണ്, അതിൻ്റെതായിട്ടൊരു വന്യമായ സ്വഭാവമുണ്ട്. അത് മാത്രമല്ല അതിൻ്റെതായിട്ടുള്ളൊരു സ്വതന്ത്രമായ സ്വഭാവമുണ്ട്. ഈ സ്വഭാവമെല്ലാം ഇതിനകത്തുനിന്ന് മാറ്റിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ കുതിരയെ മെരുക്കിയെടുക്കുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശീലനം കൊടുത്തെങ്കിൽ മാത്രമേ ഈ കുതിരയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. ഒരു ഓട്ടത്തിന് ഓടുകയോ അല്ലെങ്കിൽ ഒരു ഹോഴ്സ് റൈഡ്, കുതിര സവാരിക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പരിശീലനം ലഭിച്ച ഒരു കുതിരയ്ക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കുതിരയെ പരിശീലിപ്പിക്കുമ്പോൾ അത് സൗമ്യത പഠിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനെ നിരന്തരമായിട്ടുള്ള പരിശീലനത്തിൽ കൂടിയാണ്, ട്രെയിനിങ്ങിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, സൗമ്യതയുടെ അതിന് ട്രെയിൻ ചെയ്യപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ തന്നെ എന്റെ സ്വന്തം ഇഷ്ടം, എന്റെ ഇച്ഛാശക്തി, എന്റെ സ്വന്തം സ്വാതന്ത്ര്യം, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യണം, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്കും ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ ഇഷ്ടം, എന്റെ ഇച്ഛാശക്തികള് അല്ലെങ്കിൽ എന്റെ കഴിവ്, എന്റെ സ്വാതന്ത്ര്യം, ഇതെല്ലാം എന്ത് ചെയ്യണം, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസൃതമായിട്ട് തീരണം. അതിനാണ് ദൈവം എന്നെ എന്ത് ചെയ്യുന്നത്, വന്യമായ ഒരു കാട്ടുകുതിരയെ ട്രെയിൻ ചെയ്യുന്നത് പോലെ പരിശീലിപ്പിച്ചെടുത്ത് എന്റെ ഉള്ളത്തിലുള്ള എന്റെ ഈഗോയെ, എന്റെ മെരുക്കപ്പെടാത്ത സ്വഭാവത്തെ എല്ലാം ദൈവം എന്ത് ചെയ്യും, മെരുക്കിയെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് ദീർഘമായ പ്രോസസ്സുകൾ ചിലപ്പോൾ വേണ്ടി വന്നെന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ കുതിരയുടെ ശക്തി പിന്നെ അത് ടൈം ചെയ്യിക്കുമ്പോൾ അതിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിലാണ്. കുതിരയെ എന്ത് ചെയ്യുന്നു, കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കുന്നു. ആ ശക്തി എന്താണ്, നിയന്ത്രണാതീതമാണ്. ആ കടിഞ്ഞാൻ പിടിച്ചു കഴിയുമ്പോൾ ആ കുതിര നിൽക്കേണ്ടിടത്ത് നിൽക്ക്. മറ്റതെന്താണ്, വന്യമായ സ്വഭാവമായിരുന്നു, അതിന് സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്വഭാവ രീതിയായിരുന്നു. എന്നാൽ ഇപ്പോഴോ ആ കുതിര ട്രെയിൻ ചെയ്യപ്പെട്ടതാണ്, മെരുക്കിയെടുക്കപ്പെട്ടതാണ്. ഇതുപോലെ തന്നെയാണ് പ്രൈസ് ദി ലോർഡ് പ്രിയ സഹോദരിമാരെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്നത്. മെരുക്കിയെടുക്കാൻ പറ്റാത്ത നമ്മുടെ സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. എത്രയോ സ്വഭാവങ്ങൾ നമ്മളിൽ മെരുക്കപ്പെടാത്തതായിട്ടുണ്ട്. ഇനിയും കർത്താവ് പ്രവർത്തിക്കേണ്ട, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കേണ്ട എത്രയോ മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പൂർണ്ണമായും നമ്മുടെ സ്വഭാവം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴിലായിട്ട് വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബീയിങ് ഒബീഡിയന്റ് ടു ലോർഡ് ആൻഡ് ദി ഹോളി സ്പിരിറ്റ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടതുപോലെ യേസ് ലോർഡ് എന്ന് പറയുവാൻ തക്കവണ്ണം. പ്രൈസ് ദി ലോർഡ്. എല്ലാ കാര്യങ്ങളും കർത്താവേ അങ്ങേ ഇഷ്ടം, അങ്ങേ ഇഷ്ടം, അങ്ങേ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയത്തക്ക അല്ലെങ്കിൽ എന്നെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നു. ആത്മാർത്ഥമായിട്ട് നമുക്ക് അങ്ങനെ പറയുവാൻ കഴിയുന്നു. ആ ഒരു സമയം വരെ ദൈവം എന്ത് ചെയ്യും, ഈ പരിശീലനത്തിൽ എന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അവകാശങ്ങള് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പിടിച്ചു വെക്കുന്നതായിട്ടുള്ള അനുഭവം അതൊക്കെ ഉപേക്ഷിക്കുവാനായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളെ ദൈവം തകർക്കും. പ്രൈസ് ദി ലോർഡ്. എന്റെ അവകാശമാണ്, അതിനുവേണ്ടി ഞാൻ പോരാടും, എന്റെ അവകാശമാണ്. അല്ലെങ്കിൽ ഞാൻ എന്റെ സ്വയം ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട്, എന്റെ സ്വന്തം കാര്യങ്ങളെ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ അധികമായിട്ട് എന്ത് ചെയ്യുന്നു,
പരിശ്രമിക്കും. ഇപ്പൊ ലോകവും അത് തന്നെയാ പറയുന്നത്. അത് നിന്റെ അവകാശമാണ്. ലോകം അതിനായിട്ട് നമ്മളെ എന്ത് ചെയ്യും? പ്രേരിപ്പിക്കും. നിന്റെ കാര്യം, സ്വന്തം കാര്യത്തിന് വേണ്ടി കൂടുതൽ എന്ത് ചെയ്യുക? എഫേർട്ട് എടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ എന്റെ കാര്യത്തെ വിജയിപ്പിക്കുവാനായിട്ട്. അതാണ് ലോകത്തിന്റെ തത്വം എന്ന് പറയുന്നത്. അതിനെ ലോകം എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ അതെല്ലാം എന്ത് ചെയ്യാൻ ഞാൻ ഉപേക്ഷിച്ചിട്ട് എന്റെ അവകാശങ്ങളെ, എന്റെ ഈഗോ, എന്റേതെന്ന് പറയുന്ന എല്ലാം എന്ത് ചെയ്യുക? അത് തകർന്നു പോവാനായിട്ട് കർത്താവ് മാത്രം നമുക്കായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. നാം സ്വന്തമാക്കുവാനായിട്ട്, ഈ ഭൂമിയിൽ നാം സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്റെ ദൈവം മാത്രമാണെന്നുള്ള ആ അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നത്? തകർത്ത് നമ്മുടെ ഈഗോ ഇരുന്ന് എനിക്ക് കർത്താവെ അങ്ങല്ലാതെ ആരുമില്ല. നാം എപ്പോഴും പാടും, നീ മാത്രം മതി, നീ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. സ്വന്തം അനുഭവത്തിൽ ഒന്ന് ചോദിച്ചു നോക്കിക്കേ. നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം, അതാണോ എന്റെ ആഗ്രഹം? നീ മാത്രം മതി കർത്താവെ. എന്റെ അവകാശങ്ങളൊന്നും പിടിച്ചെടുക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ പിടിച്ചു കൂട്ടി വെക്കുവാനായിട്ട്, എന്റേതെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്ത് വെക്കുവാനായിട്ട് കർത്താവെ ഒന്നും വേണ്ട. നീ മാത്രം മതി, നീ മാത്രം മതി. അതെപ്പോഴാണ് അനുഭവത്തിലേക്ക് എത്തുക എന്നറിയാമോ? എത്രയോ സമയമെടുക്കുമെന്നറിയാമോ? ഇന്ന് രക്ഷിക്കപ്പെട്ട് നാളെ നമുക്കത് പറയാൻ പറ്റത്തില്ല, കർത്താവെ നീ മാത്രം മതി, നീ മാത്രം മതി. എങ്കിലത് എത്രയോ ശ്രേഷ്ഠമേറിയ അനുഭവമാണ്. ആ ഒരു അനുഭവത്തിലേക്ക് ഈ ലോകത്തില് എന്താണ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് എന്റെ ദൈവം മാത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ ദൈവം മാത്രം മതി എന്ന് പറയുന്ന ആ അനുഭവം എത്തുന്നത് വരെ എന്ത് ചെയ്യും? ദൈവത്തിന്റെ ആ ശിക്ഷണത്തിന്റെ അനുഭവത്തിലേക്ക് എന്ത് ചെയ്യും? നാം എന്ത് ചെയ്യും? കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും, അല്ലെ? അപ്പോ സൗമ്യത, ഞാൻ സൗമ്യതയെ താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിനെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവിന്റെ ആ 2 സ്വഭാവങ്ങളാണ് പഠിക്കുവാനായിട്ട് ദൈവം നമ്മളോട് പറഞ്ഞത്. കർത്താവിന്റെ താഴ്മയെ കുറിച്ചൊക്കെ പറയുമ്പോൾ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവൻ തന്നെ താൻ താഴ്ത്തി എന്ത് ചെയ്തു? അറുക്കുവാൻ കൊണ്ടുവന്ന കുഞ്ഞാനെ പോലെ തന്നെ താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ട് അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു അനുഭവം, ആ ഒരു മീറ്റ്നെസ്, അതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സൗമ്യതയുള്ളവർ കർത്താവിനോടൊപ്പം എന്താണ്? ക്രിസ്തുവിനെ കൂട്ടവകാശികളാണ്. അവനോടൊപ്പം എന്ത് ചെയ്യും? കൂടെ വാഴുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. 2 പത്രോസ് 3:1 നാം അവസാന കാലത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു, മനുഷ്യർ സ്വസ്നേഹികളായിത്തീരും. സ്വന്തം എന്റെ മാത്രം കാര്യം, എനിക്ക് അല്ലെങ്കിൽ എന്റേത്. പണ്ടൊക്കെ നമ്മളൊക്കെ കൂട്ടുകുടുംബങ്ങൾ, അല്ലെ? 5-6 മക്കളൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്നിച്ച് എന്ത് ചെയ്യും? ഒന്നിച്ച് കിടന്നുറങ്ങി. ഇന്നൊക്കെ ആണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ഓരോ മുറി സ്വന്തമായിട്ടുണ്ട്. അന്ന് ഒരു മുറി എന്ന സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ലായിരുന്നു. എത്ര മക്കളുണ്ട്, എല്ലാരും കൂടെ ഒന്നിച്ച് പായിട്ട് എന്ത് ചെയ്യും? എല്ലാരും കൂടെ ഒന്നിച്ച് കിടക്കും. ഒരാൾ എഴുന്നേൽക്കുമ്പോ കൂട്ടത്തോടെ എല്ലാരും കൂടെ എഴുന്നേറ്റ് പാടും, പ്രാർത്ഥിക്കും. ഇപ്പൊ നമ്മുടെ ഓരോ മുറിയുടെ വാതൊക്കെ ചെന്ന് എന്ത് ചെയ്യണം? ഓരോരുത്തരെ കൊട്ടി വിളിക്കേണ്ട അവസ്ഥയാണ്, അല്ലെ? അപ്പോൾ അത്രത്തോളം കാര്യങ്ങൾ അവിടെ എല്ലാം എന്താണ്? എന്റെ കംഫർട്ട് സോണ്, എന്റെ മുറി, അല്ലെങ്കിൽ എന്റെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവസാന കാലത്ത് എന്ത് ചെയ്യാണ്? വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്താണ്? ഒത്തിരി തർക്കങ്ങള്, അല്ലെ? നമുക്കിടയിലൊക്കെ അതിർത്തി തർക്കങ്ങള്, വസ്തുക്കള്. ഈ വസ്തുക്കൾക്കൊക്കെ അല്പം ഒരു സ്ഥലത്തിനൊക്കെ വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഒന്ന് നോക്കിയാല് ഇതെല്ലാം പിടിച്ചു വെക്കുവാനായിട്ട് ആർക്കെങ്കിലും പറ്റുമോ? ഇന്ന് ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി നാളെ എന്താണ്? മേൽക്കൂരയാണ്, അല്ലേ? മനസ്സിലായോ? ഇന്ന് ഞാൻ ഏത് ഭൂമിയിലാണ് ചവിട്ടി നിൽക്കുന്നത്? ആ ഭൂമിയുടെ അടിയിലാണ് ഞാൻ നാളെ എന്ത് ചെയ്യേണ്ടത്? പോയി കിടക്കേണ്ടത്. ആ ഭൂമി നാളെ എന്റെ റൂഫായിട്ട് മാറും. അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നാല് എത്രയോ പ്രശ്നങ്ങള് ഒഴിവാക്കി പോവാൻ. ക്രിസ്തീയ ഗോളത്തിൽ തന്നെ ആയാലും അധികാരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങള്, എത്ര നാൾ ഈ കസേര പിടിച്ചു വെച്ചോണ്ടിരിക്കാൻ പറ്റും? അല്ലെങ്കിൽ എത്ര നാൾ ഈ പൊസിഷൻ പിടിച്ചു വെച്ചോണ്ടിരിക്കാൻ പറ്റും? അല്പകാലം മാത്രം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, അല്ലെ? ലൗകിക മനുഷ്യർ എന്ത് ചെയ്യാണ്? ബാങ്ക് ബാലൻസുകൾ കൂട്ടുന്നു, ഭൂപ്രദേശങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു, എല്ലാം സ്വന്തമാക്കാനായിട്ട് അധ്വാനിക്കുകയാണ്. അല്പകാലത്തേക്കുള്ള ഈ ആയുസ്സിൽ ഇതെല്ലാം കൂട്ടി വെച്ചിട്ട്, പക്ഷെ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കടന്നു പോകുന്നത്, അല്ലെ?
നമ്മുടെ കൈകളിൽ ഒന്നുമില്ല. ഇതെല്ലാം ഒരു കാലത്ത് ഇതെല്ലാം കൂട്ടി കൂട്ടി വെക്കാനായിട്ട് മനുഷ്യർ കാണിക്കുന്ന വ്യഗ്രത. പക്ഷെ ഇതെല്ലാം ഇട്ടിട്ട് നാം ഈ സ്വരുക്കൂട്ടി കൂട്ടി കൂട്ടി വെക്കുന്ന എല്ലാം എന്ത് ചെയ്തു പോകും? പുഴവും തുരുമ്പും കിടക്കുകയും കള്ളന്മാർത്തിരുന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൽ എന്ത് ചെയ്യുന്നു? ആ സത്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി മനസ്സിലാക്കണം. യേശുക്രിസ്തു പറഞ്ഞ ആ കാര്യങ്ങളാണ് ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്തകള്. അത് നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും? നാം സൗമ്യതയുള്ളവരായിട്ട് മാറും. ഈ ലോകം എപ്പോഴും എന്താണ്? എല്ലാം സ്വന്തമാക്കുവാനായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് നമുക്ക് തരുന്നത്. എല്ലാം നീ പിടിച്ചു വെക്ക്, നീ നിന്റേതെന്ന് പറഞ്ഞ എല്ലാം കൂട്ടിവെക്ക്, നിന്റേത് മാത്രമാണ്, നീ ഇതാർക്കും കൊടുക്കും, നിനക്ക് അനുഭവിക്കാനുള്ളതാണ്, നിനക്കും നിന്റെ കുടുംബത്തിന് നിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ലോകം നമ്മളെ അതിനേക്ക് ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. എന്നാല് ശാശ്വതമായ യാഥാർത്ഥ്യങ്ങളെ കാണുവാനായിട്ട് ലോകത്തിന് കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ലോകം ഒരിക്കലും നിത്യമായ ഒരു കാഴ്ചപ്പാട് നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നില്ല, തരുന്നില്ല. ഈ ശവകുടീരത്തിന് അപ്പുറത്തേക്ക്, ഈ ശവക്കുഴിക്ക് അപ്പുറത്തേക്ക് നിലനിൽക്കുന്ന ഒന്നുണ്ടെന്നുള്ള ബോധ്യം ലോകം നമുക്ക് തരുന്നില്ല. കാരണം എന്താണ്? ലോകത്തിന് എപ്പോഴും ലോക മനുഷ്യർ ഈ ഭൂമിയിൽ ഇങ്ങനെ കൂട്ടി ഇവിടെ മുഴുവന് ആസ്വദിച്ചങ്ങ് ജീവിക്കണം. ഇവിടെ എത്ര കാലം നീ ജീവിക്കുന്നു അത്രയും നീ സമ്പാദിച്ച് നീ എന്ത് ചെയ്യുക? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്നുള്ള ആ ഒരു തത്വത്തിലേക്ക് എത്തുകയാണ്. ലോക മനുഷ്യന് നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കാണുവാനായിട്ട് കഴിയുന്നില്ല. എങ്കിൽ ഒരു ദൈവ പൈതലിനെ ആ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ടുള്ള കാഴ്ചപ്പാട് ദൈവം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ലോകത്തിന് അതൊരു ശാശ്വതമായ വീക്ഷണം ഇല്ലാത്തത് കൊണ്ട് സൗമ്യതയെ അവരെന്ത് ചെയ്യുന്നു? അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ലോകം കാണുന്നില്ല. സൗമ്യതയുടെ മഹത്തായ ശക്തിയും വിനയത്തിന്റെ ശക്തിയും ഒന്നും ലോകത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, കാണാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. സൗമ്യതയെ കുറിച്ച് പറയുമ്പോൾ അത് ബ്രൂട്ട് ഫോഴ്സിനേക്കാൾ അല്ലെങ്കിൽ ഒരു മൃഗശക്തിയേക്കാൾ ശക്തിയേക്കാൾ വലുതാണ് ധാർമ്മിക ശക്തി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ മോറൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മറ്റേതൊരു ശക്തിയേക്കാളും വിലയേറിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റ് മാർഗങ്ങളിൽ കൂടെ ഒക്കെ നേടിയെടുക്കുന്നതായിട്ടുള്ള ശക്തി അതെല്ലാം ഹ്രസ്വമാണ്. എന്നാൽ ധാർമ്മിക ശക്തി എന്ന് പറയുന്നത്, സൗമ്യതയുടെ ശക്തി എന്ന് പറയുന്നത് അത് വിലമതിക്കാത്തതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സൗമ്യത പഠിക്കണമെന്നാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ സൗമ്യതയുടെ ശക്തി അത് ഏറ്റവും വലുതാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ മറ്റെല്ലാ ശക്തിയേക്കാളും വലുതാണ് മോറൽ സ്ട്രെങ്ത്. നമ്മുടെ ആ സൗമ്യത കൊണ്ട് നേടുന്നതായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ ഏവരെയും അതിനായി ഒരുക്കുമാറാകട്ടെ. കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സൗമ്യത അത് നമുക്കൊരു പാഠമായിരിക്കട്ടെ. അതിനെ പിന്തുടരുവാൻ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും സൗമ്യതയുള്ളവരായി തീരുവാൻ അതിനുവേണ്ടി ദൈവം നമ്മെ പരിശീലിപ്പിക്കപ്പെടുമ്പോൾ കടത്തിവിടുന്ന സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അവിടങ്ങളിലൊക്കെയും സൗമ്യതയോടെ ശാന്തതയോടെ കർത്താവ് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ സാഹചര്യങ്ങൾ കൂടെ ഞാൻ കടന്നു പോകുമ്പോഴും ദൈവത്തിന്റെ കരം എന്നോട് കൂടെയുണ്ട്. ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം സ്നേഹവാനാണ്, ദോഷമായിട്ടൊന്നും ദൈവം എനിക്ക് ചെയ്യുകയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം നമ്മളെ ഭരിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. കർത്താവിന്റെ പാതയെ പിന്തുടരുവാൻ, ആ പാതയെ പിൻപറ്റുവാൻ ദൈവം നമുക്ക് കൃപയും അനുഗ്രഹവും നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവവചനത്തിന് വിരമിക്കുന്നു. ദൈവം നമ്മളെ ഇവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.